29 ഇരമ്പിയാർത്തു പെയ്തൊരു മഴപ്പകൽ രാവിലെ വഴിമാറുന്നു. മുന്നറിയിപ്പുകളും അടയാളങ്ങളും തോരാമഴയിൽ അലിഞ്ഞില്ലാതാകുന്നു. പുന്നപ്പുഴ ഇതുവരെയില്ലാത്ത വിധം കലങ്ങിച്ചുവന്നത് രാവിരുട്ടിൽ മുണ്ടക്കൈക്കാർ ശ്രദ്ധിച്ചില്ല. എന്തൊരു മഴയാണമ്മേ എന്ന കുഞ്ഞു അടക്കം പറച്ചിലുകളെ വേഗമുറങ്ങിയാൽ മഴയും പോകുമെന്ന് ആശ്വസിപ്പിച്ചിരുന്നിരിക്കണം. അവരുറങ്ങി. ആ നിദ്രയിൽ പാതിരാവിൽ ഒരു നാട് മുഴുവൻ ഒരേ പേക്കിനാവ് കണ്ടു. കിനാവാണോ യാഥാർത്ഥ്യമാണോ എന്ന് തിരിച്ചറിയാൻ പോലും സമയം നൽകാതെ ഇരച്ചെത്തിയ ഉരുൾ ഒരു ജനവാസ മേഖലയെ കോരിയെടുത്ത് മരണത്തിലേക്ക് കുത്തിയൊലിച്ചിറങ്ങിപ്പോയി. ഈ ഭൂമിയിൽ നമ്മോടൊപ്പമുണ്ടായിരുന്ന കുറേ മനുഷ്യരും അവരുടെ സ്വപ്നങ്ങളും നിസ്സഹായം നിരാലംബം അവിടെ അവസാനിച്ചു. പിറ്റേന്ന് കോടമഞ്ഞിനൊപ്പം ആ നാടുണർന്നില്ല. പകരം ചെളിയും ചെമ്മണ്ണും കലർന്ന ശ്മശാന ഭൂമി, അലമുറകളും തേങ്ങലുകളും മാത്രം. രാജ്യം കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തത്തിന് മുന്നിൽ നിസ്സഹായതയോടെ കേരളം വിറങ്ങലിച്ചു നിന്നു. ഞാനിവിടെ തന്നെ ആയിരുന്നു താമസം. ഇതവിടെ ആ തറ കണ്ടില്ലേ, എല്ലാം പോയി. ഈ ഡ്രസ്സ് മാത്രമേ ഉള്ളൂ, ഇത് മാത്രമേ ഉള്ളൂ. പോയിക്കോട്ടെ, അതൊക്കെ പോയിക്കോട്ടെ, ഒന്നും വിഷയമല്ല. അതൊക്കെ നമുക്ക് ദൈവം തന്നല്ലേ. നടുക്കവും മരവിപ്പും യാഥാർത്ഥ്യബോധത്തിലേക്ക് വഴിമാറി. എവിടെ നിന്നൊക്കെയോ ഇരച്ചെത്തിയ അനേകം മനുഷ്യർ ജീവൻ പണയം വെച്ച് രക്ഷാപ്രവർത്തനത്തിനിറങ്ങി. സൈന്യം വന്ന് മുണ്ടക്കൈയിലേക്ക് പാലമുണ്ടാക്കി. മൃതദേഹങ്ങൾ കൊണ്ട് മോർച്ചറികൾ നിറഞ്ഞു. എൻ്റെ ചേച്ചിൻ്റെ പൊടി ഒരു കാലും കഴുത്ത് മാത്രം കിട്ടി, തല കിട്ടിയില്ല. എൻ്റെ താലി കണ്ടിട്ട്, ആ താലി ചരട് കണ്ടിട്ട് ഞങ്ങൾ എൻ്റെ പെങ്ങളാണ് തീരുമാനിച്ചത്. ഔദ്യോഗിക കണക്കനുസരിച്ച് 231 പേർ മുണ്ടക്കൈ ദുരന്തത്തിൽ മരിച്ചു. മരിച്ചോ ജീവനോടെയുണ്ടോ എന്ന് ഇപ്പോഴും അറിയാത്തവരുടെ എണ്ണം 78. അപ്രത്യക്ഷമായ വീടുകൾ 183. ഒരാൾ പോലും അവശേഷിക്കാതെ പൂർണ്ണമായി മണ്ണടിഞ്ഞു പോയ കുടുംബങ്ങൾ 17. യഥാർത്ഥ നഷ്ടം ഇപ്പോഴും തിട്ടപ്പെടുത്താനാകാത്ത മഹാദുരന്തത്തിന്റെ അളക്കാൻ കഴിഞ്ഞ ചില കണക്കുകൾ ഇങ്ങനെയൊക്കെയാണ്. ഉരുളിനൊപ്പം വിസ്മൃതിയിലേക്ക് ആണ്ടുപോയവരെക്കാൾ നിർഭാഗ്യവാന്മാരാണ് ഇരകളായി ബാക്കിയായവർ. 1 മാസം പിന്നിടുന്നു. പോയ മുണ്ടക്കൈക്ക് പകരം നമുക്ക് പുതിയ മുണ്ടക്കൈ വേണം. ബാക്കിയായവരിൽ നിരാശ മാറി പുതിയ കിനാക്കൾക്ക് വിത്തിടണം. ചൂരൽ മലയ്ക്ക് മുകളിൽ പ്രത്യാശയുടെ പുതിയ കോടമഞ്ഞിറങ്ങണം. തേയിലച്ചെടികളിൽ പുതിയ കിളുന്തുകൾ പൊട്ടിവിടരണം. അവരെ നമുക്ക് കൂട്ടിയണച്ചു പിടിക്കാം. ഉറക്കെ പറഞ്ഞു തന്നെ അതിജീവിക്കാം. ജീവിതം മുന്നോട്ട്. കൂട്ടാവാം പൊട്ടാത്ത ഉൾക്കരുത്തിന്. ന്യൂസ് ഡെസ്ക്, മീഡിയ 1.